തരക്കേടില്ലാത്ത ബോളിംഗ് ആണെങ്കിൽ ഒരു ഓവറിൽ എത്ര റൺസ് എടുക്കാൻ പറ്റും? 30, 35. ഇനി 98 ബോളാണെങ്കിലോ? സെഞ്ചുറി, ഡബിൾ സെഞ്ചുറി? ഇതിനുള്ള ഉത്തരം ഈ 13 വയസ്സുകാരൻ നമുക്ക് പറഞ്ഞുതരും. എതിരിടേണ്ടി വന്നത് 98 ബോൾ, നേടിയെടുത്തത് 204 റൺസ്, 12 സിക്സർ, 26 ഫോർ. തേവര സേക്രഡ് ഹാർട്ട് CMI സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഗത്തിന് ഇതൊക്കെ സിമ്പിൾ. എനിക്ക് സാറിനെ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്ര റൺസ് കിട്ടിയ. താങ്ക് യു സർ. എനിക്കൊരു ഇൻ്റർനാഷണൽ പ്ലെയർ ആവണം. ഇന്ത്യ ടീമിന് ഞാൻ കളിക്കണം എൻ്റെ പേരിൽ. തൃശൂരിൽ നടന്ന ECA അണ്ടർ 13 കിഡ്സ് ടൂർണമെന്റിലാണ് അഗത്യൻ താരമായി മാറിയത്. ഒപ്പം എഡ്വിൻ ജോർജും കളിക്കളത്തിലിറങ്ങിയതോടെ മൈതാനത്ത് പിറന്നത് മാജിക്. എപ്പോഴും ഞങ്ങൾ ഓപ്പൺ പാർട്ട്ണറായിട്ട് പോകുന്നു. പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, നെറ്റ്സ് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ മാച്ചിൽ ഞങ്ങൾ എപ്പോഴും മിണ്ടും, ഓരോ മുടിഞ്ഞിട്ട് തീർന്നിട്ട് എന്തൊക്കെ തെറ്റുണ്ടെങ്കിൽ ഞാൻ അവന് പറഞ്ഞു കൊടുക്കും, അവൻ എനിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നല്ല അണ്ടർസ്റ്റാൻഡ്. എന്തിനും അഗത്തിനൊപ്പമുണ്ട് പിതാവ് അഖിലൻ. മകന് ക്രിക്കറ്റിനോടുള്ള കമ്പം തിരിച്ചറിഞ്ഞത് കൊറോണ കാലത്ത്. കോവിഡ് വർഷം കൂടുതൽ സമയമുള്ള കാലത്തായിരുന്നു. ഇവൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത്. എപ്പോഴും ഇവൻ ബോൾ ഇടുന്ന സമയത്ത് നമ്മൾ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് കളിക്കുമായിരുന്നു. നമ്മൾ ഇടപെട്ട ആ പർട്ടിക്കുലർ സ്പേസിൽ ഈ ആൾവേസ് ഹിറ്റ് ലൈക്ക് 4, 6 അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് വീട്ടിൽ നമ്മൾ കളിക്കാറുണ്ട്. അഗത്തിന്റെ നേട്ടത്തിൽ പരിശീലകരുടെ പങ്കുമേറെയാണ്. നീ ഹീറോ ആകുന്നത് ക്രിക്കറ്റിലൂടെ ആയിരിക്കണമെന്ന കോച്ചിന്റെ വാക്കുകളാണ് അഗത്തിന്റെ ഊർജം. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നിർത്തിയാൽ പോരാ, കണ്ടിന്യൂ ചെയ്യുക. നമുക്കിപ്പോൾ ഒരു റിസൾട്ട് കിട്ടി, പക്ഷെ അത് എന്നത്തേക്കും നമ്മളത് നോക്കാൻ പറ്റുന്നില്ല. നമുക്കത് തുടരെ അടുത്തൊരു ഇന്നിങ്സുകൾ കളിക്കുമ്പോഴാണ് വീണ്ടും ശ്രദ്ധയിൽപ്പെടുന്നത്. ഹയർ ലെവൽ ക്രിക്കറ്റിലോട്ട് കളിക്കാനും പോകുന്നത്. ക്ലാസ് റൂമിലും മിടുമിടുക്കനാണെന്ന് അധ്യാപകർ. ആള് നല്ലൊരു പയ്യനാണ്, നല്ല ടാലന്റഡ് ആണ്. ഇനിയും ഇതേപോലത്തെ അച്ചീവ്മെന്റ്സ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇഷ്ടതാരം വിരാട് കോഹ്ലി. പക്ഷേ വിരാട്ടിനെ പോലെയാവണ്ട, തനിക്ക് തന്നെ പോലെയാവണം. അന്തർദേശീയ താരമാകണം, ക്രിക്കറ്റിൽ കയ്യൊപ്പ് ചാർത്തണം. എൻ്റെ സ്റ്റൈലിൽ ഞാൻ കളിക്കണം. പക്ഷേ ലോകം അറിയപ്പെടുന്ന ഒരാളാവണമെന്നാണ്. യെസ് മാം. അഗത്തിൻ അഖിലൻ, അങ്ങനെ വിരാട് കോഹ്ലിനെ പോലെ. നിലവിൽ സ്കൂൾ തലത്തിൽ കളിക്കുന്നവർ കരുതിയിരിക്കുക, ഓരോ മൈതാനത്തും നോട്ട് ഔട്ട് ആകാതെ അഗത്തിനും സംഘവും ഉണ്ടാവും. ക്യാമറമാൻ ജോയ് സിയാറിനും ബിനു തോമസിനുമൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈനാൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. സ്നേഹ 98 പന്തിൽ ഡബിൾ സെഞ്ചുറി, പ്രതിഭയാണ്, പറയാതെ വയ്യ. ഈ അവസാനം പറഞ്ഞ വാക്കുകൾ, അതാണ് പ്രസക്തം. വിരാട് കോഹ്ലിയെ ഇഷ്ടമാണ്, പക്ഷേ വിരാട് കോഹ്ലിയെ പോലെ ആവണ്ട, ആദ്യത്തെ അഗത്യൻ. അതെ, അത് തന്നെയാണ് വേണ്ടത് അല്ലേ? 98 ബോളിൽ 204 റൺസ്, അതും നോട്ട് ഔട്ട് ആകാതെ 13 വയസ്സിൽ. പ്രതിഭയാണ്, പ്രതിഭാസമാണ് അഗത്യൻ എന്നല്ലാതെ വേറെ എന്താണ് ഇതിൽ കൂടുതൽ വ്യാഖ്യാനിക്കാനുള്ളതല്ലേ? അഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായും നമ്മൾ ഒരാളോട് ചോദിക്കുന്നതാണ് ഇഷ്ടതാരം ആരാണ് എന്നുള്ളത്. വിരാട് കോഹ്ലി എന്നാണ് അഗത്യൻ പറഞ്ഞത്. എന്നെ ഏറെ ആകർഷിച്ച കാര്യം, ഞാൻ വിരാട് കോഹ്ലിയെ പോലെ ആണോ എന്ന് ചോദിച്ചപ്പം വിരാട് കോഹ്ലി ഇഷ്ടമാണ്, പക്ഷെ വിരാട് കോഹ്ലിയെ പോലെ ആവണ്ട, തനിക്ക് തൻ്റെതായ രീതിയിൽ, അതായത് അഗത്തിൻ്റെ സ്റ്റൈല് ക്രിക്കറ്റിൽ കൊണ്ടുവരണം, അങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ കളിക്കണം എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് അഗത്തിൻ്റെ അച്ഛനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ പഠിത്തം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുടെ എണ്ണമൊക്കെ ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടുതലാണല്ലേ. പക്ഷേ അഗത്തിൻ്റെ അച്ഛൻ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. കാരണം അധ്യാപകരോടൊക്കെ ക്ലാസ്സിൽ വരാൻ സമയമില്ല, അതായത് കളിക്കാൻ പോകണം എന്നൊക്കെ വിളിച്ചു പറയുന്നത് അഗത്തിൻ്റെ അച്ഛനായ അഖിലൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അഗത്തിനെ സംബന്ധിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാനായിട്ട്. ഈ കോവിഡ് കാലഘട്ടത്തിലാണ് അഗത്തിന് ഇത്തരത്തിൽ ക്രിക്കറ്റിനോട് ഒരു ഇഷ്ടമുണ്ട്, അതിനുള്ള കഴിവുണ്ട് എന്ന് അച്ഛൻ തിരിച്ചറിയുന്നത്. അഗത്തിൻ്റെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ആ കോവിഡ് കാലം അത്രയും, ആ ലോക്ക്ഡൗൺ കാലം അത്രയും മകൻ്റെ ക്രിക്കറ്റിലുള്ള ഒരു കഴിവ് വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഈ പ്രാക്ടീസിൻ്റെ കാര്യത്തിൽ അഗത്തിനായാലും അതുപോലെ തന്നെ അഗത്തിൻ്റെ അച്ഛൻ ആയാലും ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. മകനെ പ്രാക്ടീസിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി ഇത്തരത്തിലൊരു അത്ഭുതമാകണമെന്നുണ്ടെങ്കിൽ ഒരു കോച്ചിൻ്റെ ഒരു പങ്കും എടുത്തു പറയേണ്ടതായിട്ടുണ്ടല്ലേ. അതായത് ഈ അഗത്തിൻ തന്നെ പറയുന്നുണ്ട്,
അതായത് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ കോച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ഹീറോ ആകുന്നത് ക്രിക്കറ്റിലൂടെ ആയിരിക്കണം എന്ന് കോച്ച് പറഞ്ഞ ആ ഒരു വാക്ക്, അത് തന്നെയാണ് അഗത്തിന് വാശിയേറിയത് എന്ന് അഗത്യൻ തന്നെ പറയുന്നുണ്ട്. ഏതായാലും നല്ല പരിശീലകരെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം അധ്യാപകരായാലും ക്ലാസ്സിൽ കയറാതെ പ്രാക്ടീസിന് പോകുക എന്നൊക്കെ പറയുമ്പോൾ അല്പസ്വല്പം ദേഷ്യമൊക്കെ വരാം, അത് സ്ഥിരമാകുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല, അധ്യാപകനോട് ഈ അഗത്തിൻ്റെ അച്ഛൻ വിളിച്ച് പറയുമ്പോൾ അത് സാരമില്ല, കുഴപ്പമില്ല, നടക്കട്ടെ, ക്രിക്കറ്റിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കട്ടെ എന്നാണ്. അതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരെ വളർത്തിയെടുക്കാനായിട്ട് അത് മാതാപിതാക്കളായാലും അധ്യാപകരായാലും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നറിയുമ്പോൾ തന്നെ അതേതായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലേ. മാത്രമല്ല ഈ ഗ്രേസ് മാർക്കിനും ഈ സ്പോർട്സ് ക്വാട്ടയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈതാനത്തിറങ്ങുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത്രത്തോളം പാഷനേറ്റ് ആണ് അഗത്യൻ എന്നുള്ള കാര്യം. അതെ, അഗത്യന് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ജീവതാളമാണ്. എത്രത്തോളം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നുണ്ട് എന്നത് അവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അഗത്യൻ അഹിലൻ, ആ പേര് ഓർത്തു വെച്ചോളൂ, ഭാവിയിലെ താരമാണിവൻ.